ബംഗ്ലാദേശിലേത് ഏറെ അപകടകരമായ സ്ഥിതിവിശേഷമാണ്. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അവരോട് പട്ടാളം രാജി ആവശ്യപ്പെടുകയും ജീവനും കൊണ്ട് അവർ രക്ഷപ്പെടുന്ന സ്ഥിതി സംജാതമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുള്ള ഒരു സൈനിക താവളത്തിലുണ്ട് എന്നാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അവർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഷെയ്ഖ് ഹസീനുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് 56% യുവാക്കൾക്ക് ജോലി സംവരണം ഉണ്ടായിരുന്നത്. അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് നടന്നിരുന്നത്. അത് കലാപമായിട്ട് മാറി. നമ്മളിവിടെ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ CAA വിരുദ്ധ സമരം നടക്കുമ്പോൾ, അഗ്നിവീറിനെതിരായിട്ട് സമരം നടക്കുമ്പോൾ ഒക്കെ കണ്ട ഒരു രൂപമുണ്ട്. സമരം തുടങ്ങുക, അക്രമം തുടങ്ങുക, കൊള്ളിവെപ്പ് നടത്തുക, നിരപരാധികളെ വിഷമത്തിലാക്കുക. അതേ മാതൃകയാണ് ബംഗ്ലാദേശിലും കണ്ടത്. ഇവിടെ അത്തരം ഒരു സമരത്തിന് പിന്നിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളായിരുന്നുവെങ്കിൽ, ജിഹാദി ശക്തികളായിരുന്നുവെങ്കിൽ, അവിടെ പ്രതിപക്ഷം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ജിഹാദി പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. 47 ഒരുപാട് ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ അവശേഷിച്ചിരുന്നു എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ. അവരുടെ എണ്ണം ഇന്ന് തുലം കുറവാണ്. പക്ഷെ അവിടെ ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും കുറേയേറെ സംരക്ഷണം ഹസീന സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ദുഃഖകരമാണ്. ഇസ്കോണിന്റെ ക്ഷേത്രത്തിന് തീയിട്ടു, മറ്റ് ഹിന്ദു ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഹിന്ദു ഭവനങ്ങൾ അക്രമത്തിന് ഇരയായി. ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു അവസ്ഥ ബംഗ്ലാദേശിൽ രൂപപ്പെടുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ടാവണം. അവിടെ നിന്നുള്ള അഭയാർത്ഥികൾ സ്വാഭാവികമായിട്ടും എത്താൻ പോകുന്നത്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ എത്താൻ പോകുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട്. അവിടുന്ന് ജനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അറിയാമായിരുന്നു. പണ്ടേ ഉണ്ടത്, അതിപ്പോൾ അടുത്ത് കൂടിയെന്നറിയാം. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏതായാലും അതിർത്തിയിൽ BSF ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പുലർത്തുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി അടുത്തിടെ കൊണ്ടുവന്ന CAA ഭേദഗതി നിയമമുണ്ടല്ലോ, അതനുസരിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഒക്കെ പൗരത്വം നൽകാനുള്ള ചുമതലയും ബാധ്യതയും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളെ അവർ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായാൽ, അഭയാർത്ഥികളായിട്ടായാലും വരാൻ തയ്യാറായാൽ, അവരെ കൈനീട്ടി സ്വീകരിക്കാനുള്ള ചുമതല ഇന്ത്യ ഗവൺമെന്റിനുണ്ടാകും എന്നാണ്. അതൊരു ഒരു പുതിയ വിഷമസ്ഥിതിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുക. യാതൊരു സംശയമില്ല. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാൽ അത് എത്ര സുശക്തമായ രാജ്യമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ അത് സഹിക്കാൻ, അതിന് ഒപ്പം നിൽക്കാൻ ഇന്ത്യൻ ജനത തയ്യാറാകേണ്ടി വരും ഇത്തവണ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബംഗാളിലേക്കും അതുപോലെ തന്നെ മറ്റ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ത്രിപുരയിലേക്കും ഒക്കെ ആയിരിക്കാം, ആസാമിലേക്കും ഒക്കെ ആയിരിക്കാം അവരുടെ ഒരു പെട്ടെന്നുള്ള കടന്നുവരവ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിലൊരു നിലപാടെടുക്കും എന്ന് വേണം കരുതാൻ.
അതിനപ്പുറം ബംഗ്ലാദേശിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു ജനാധിപത്യ ഹത്യയാണിത്. അതിനെ ഇന്ത്യ എങ്ങനെ കാണും? ഇന്ത്യക്ക് അതിൽ എങ്ങനെ ഭാവാത്മകമായിട്ട് ഇടപെടാൻ കഴിയും? അവിടെ ജനാധിപത്യം പുലരേണ്ടത് അതിർത്തി രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെയും കൂടി ആവശ്യമാണ്. ബംഗ്ലാദേശിൽ സംഘർഷമുണ്ടാകുകയും അവിടെ പാകിസ്ഥാനിലേതുപോലെ ഒരു ജിഹാദി താല്പര്യങ്ങൾക്ക് സ്വാധീനമുള്ള ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്താൽ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലാണ്. അതൊക്കെ നമ്മൾ പരിഗണിക്കുകയും വേണ്ടുന്ന ഒരു സമീപനം കൈക്കൊള്ളുകയും ചെയ്യും. കാരണം നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പ്രതീക്ഷ നമുക്കൊക്കെ വച്ച് വളർത്തേണ്ടതുണ്ട്. പക്ഷെ അപകടകരമായ സിറ്റുവേഷനാണ് അവിടെയുള്ളത്. അത് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമുക്ക് അവിടെ ജനാധിപത്യം പുലരുന്ന സ്ഥിതി ഉണ്ടാക്കാൻ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയും എന്ന് വേണം വിചാരിക്കാൻ. मैंने कहा था मुझे छेड़ो मत, अगर छेड़ोगे तो छोड़ूंगा नहीं। ये किसान गोलियों की बात कर रही है। माननीय सभापति महोदय, इस कांग्रेस की सरकार में, इस कांग्रेस की सरकार जब इनकी थी, अलग अलग राज्यों में गोली चलने की बात करते हैं। इनके साथ ये दिग्विजय सिंह जी बैठे, खून से हाथ इनके बने 24 किसानों को मारा। माननीय सभापति महोदय, छेड़ा जी सुन ले मंत्री जी को 1986 में जब कांग्रेस की सरकार बिहार में थी, 23 किसानों की मौत गोलीबारी से हुई थी इनकी सरकार। 1988 में दिल्ली में श्रीमती इंदिरा गांधी जी के पुण्यतिथि पर किसानों पर गोली चलाई गई। माननीय सभापति महोदय, उसमें 2 किसान मारे गए। 1988 में मेरठ में इन किसानों पे फायरिंग की 5 किसान मारे गए। 23 अगस्त 1995, अब सुन के जाओ, 23 अगस्त 1995, अब सुन के जाओ, दम है तो सुन के जाओ मंत्री जी, सुन के जाओ। 23 अगस्त 1995 हरियाणा में गोली चलाई, 6 किसान मारे गए। 12 जनवरी 1998 मुल्ताई में किसानों पर गोली चली, कांग्रेस की सरकार थी, 24 किसान मारे गए। अध्यक्ष जी जो इस तरह से बोल रहे हैं, वो उनको पूछिए कि वो 58 साल के अपने राज में 1 किलोमीटर पर भी एटीपी क्यों नहीं लगा पाए, क्यों नहीं लगा पाए 1 किलोमीटर भी एटीपी। आज ये प्रश्न पूछने की हिम्मत करते हैं। अपने कार्यकाल को देखे, अपने गिरबान में जाके। इसी हाउस में ममता जी जब रेलवे मिनिस्टर थी, वो अपने एक्सीडेंट के नंबर बताती थी, 0.24 से 0.19 पे होने पर कितनी तालियां बजाते थे। आज 0.19 से 0.03 इंडेक्स होने पर आज इस तरह के आरोप लगाते हैं। मान्यवर अध्यक्ष जी, अयोध्या जी के स्टेशन में पुराने स्टेशन की पुरानी दीवार थी, वो जब थोड़ी सी उसमें डैमेज हुआ तो समाजवादी पार्टी और कांग्रेस के हैंडल्स ने उसको तुरंत उठाना चालू किया। इस तरह के झूठ से कैसे देश चलेगा माननीय अध्यक्ष? 2 करोड़ पैसेंजर्स डेली यात्रा करते हैं, क्या उनके मन में भय भरना चाहते हैं? अध्यक्ष जी, मैं आपके समक्ष 12 लाख रेलवे एम्प्लॉई जो दिन रात मेहनत करते हैं, मैं रिक्वेस्ट करूंगा आप सब ताली बजा के पेट के